കഷം പൊക്കിളക്ക്. അതെ, ആ വൈദ്യര് പറഞ്ഞുണ്ട്. അയാളിപ്പോ വന്നിട്ട് പറയും വാഴയ്ക്ക പോരാ ചേന തന്നെ വേണം, പിന്നെ തടി പോരാ വേര് തന്നെ വേണം എന്നൊക്കെ. താ ഒന്നും മിണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം കേട്ടാ. ഇതെന്താ സാധനം? ഇത് ഗന്ധകരസായനം. ഷഡ്ഫലം ഗന്ധകം ചൂർണം ത്രിജലം ചിത്രധണ്ഡൂലം. ഇവ നെയ്യുരുക്കി അതിൽ വറുത്തെടുത്ത് വേണം ചേർക്കാൻ. നെയ്യിലുരുക്കാൻ. നെയ്യൊക്കെ എവിടെ വൈദ്യരെ? പാമോയിൽ ചേർത്ത് ഇളക്കിയിരുന്നാലും മതി. പാമോയിലോ? ആ, അതാ നല്ലത്. ഇതെന്താ ഇരുന്ന്? ഇതൊരു തരം കുരു. കുരുവോ? എന്തിന്റെ കുരു? ആവണക്കിന്റെ വിഭാഗത്തിൽപ്പെടും. വിഭാഗത്തിൽ പോരാ, ആവണക്കന്നെ വേണം. ആവണക്കിന്റെ കുരു എടുത്ത് തൊണ്ട് കളഞ്ഞ് വറുത്ത് പൊടിച്ച് വേണം രസായനം ഉണ്ടാക്കാൻ. ഇങ്ങനെയാണോ ഇളക്കണത്? ഇങ്ങനെയല്ല. ഇത് തരിക. ഇതിനൊക്കെ ഒരു വശമുണ്ട്. ഇതാ നോക്കുക കേട്ടോ. ഇത് പിടിക്ക, പിടിക്കടോ. ഇങ്ങനെ വേണം. ഒന്നും അറിയില്ല. ഇതെന്താ? മുളക് പൊടിയോ? നല്ല ഒന്നാന്തരം പാണ്ടിമുളകിന്റെ പൊടി. എന്തേ? ഗന്ധകരസായനം ഉണ്ടാക്കാൻ മുളക് പൊടി പറ്റില്ല, മരീചം വേണം. മരീചം എന്ന് പറഞ്ഞാൽ കുരുമുളക്. കുരുമുളകിന്റെ പൊടി ചേർത്ത് വേണം ഇതുണ്ടാക്കാൻ. കുരുമുളക് ചേർത്ത് രസായനം ഉണ്ടാക്കിയാലേ ഒരൊറ്റ രസായനം കൊണ്ട് കമ്പനി അടച്ചു കൂട്ടും. വൈദ്യർക്ക് കുരുമുളകിന്റെ വില അറിഞ്ഞൂടെ? നിങ്ങളുടെ മരുന്നിനും ഒട്ടും വില കുറവൊന്നുമില്ലല്ലോ. അതെങ്ങനെ ഉണ്ടാക്കാം? ഇതെന്താ സാധനം നോക്കട്ടെ. ഇത് ഏലക്കാ പൊടിയുടെ മണക്കുണ്ട്, പക്ഷെ ഏലക്കാ പൊടിയാണോ എന്നൊരു സംശയം. വൈദ്യരെ, ഏലപ്പൊടി തന്നെ. ആന്ധ്രയിൽ ഒരു കമ്പനിയിൽ നിന്ന് വരുന്നതാ. ആന്ധ്രയിൽ നിന്ന് ഇത് ട്രെയിനിൽ കയറ്റി വിടുമ്പോ തന്നെ മണം എവിടെ അടിക്കും. കെമിക്കൽസാ. തിപ്പലി, വേപ്പ്, വയമ്പ് ഇതെല്ലാം അവിടെ നിന്ന് തന്നെ വരണത്. നല്ല കമ്പനിയാ. അപ്പൊ കേരളത്തിൻ്റെതായിട്ട് ഇവിടെ ഒന്നുമില്ലാന്നർത്ഥം. ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല. ശിവ ശിവ. അതില്ല. ഗുൽമവും മർഷസവും പാണ്ഡുരോഗവും മാറാൻ ഗന്ധകരസായനം ഉത്തമമാണെന്നാണ് സഹസ്രയോഗം പറയണത്. സഹസ്രയോഗത്തിലെ വിധിയും വായിച്ചുകൊണ്ട് ഇവിടെ മരുന്നുണ്ടാക്കി വിൽക്കാൻ നിന്നാൽ ഞങ്ങളൊക്കെ കുഴമ്പ് പരുവത്തിലായി പോകും. നാട്ടിലെങ്ങും ഔഷധ ചെടി ഇല്ല. എല്ലാവരുടെയും വീട്ടിന്റെ മുറ്റത്തും മൊസാണ്ടയും റോസാ ചെടിയൊക്കെയാണ്. എന്ന് വിചാരിച്ചിട്ട് മരുന്നിന് മായം ചേർക്കാന്ന് പറഞ്ഞാൽ ദൈവം പോലും പൊറുക്കില്ല. വൈദ്യരെ, മായം ചേർക്കാത്ത ഒരു വസ്തുവിന്റെ പേര് വൈദ്യരെന്ന് പറഞ്ഞേ. ആയുർവേദം എന്ന് പറഞ്ഞാൽ ആയുസിന്റെ വേദമെന്നാണ്. ഇമാതിരി പണി തുടങ്ങിയാൽ മഹത്തായ പാരമ്പര്യമുള്ള ആയുർവേദം ജനങ്ങൾ വെറുക്കും. കേരളത്തിലെ സകലമാന മെഡിക്കൽ സ്റ്റോറുകളിലും ആയുർവേദ ആശുപത്രികളിലും ഞങ്ങൾ തന്നെയാണ് മരുന്ന് വിതരണം ചെയ്യുന്നത്. ഞങ്ങളില്ലെങ്കിൽ ആശുപത്രി അടച്ചുപൂട്ടും. പിന്നെ 10, 12, 10, 18 സാധനങ്ങളൊക്കെ ചേർത്ത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പേരിന് 1, 2 ഒറിജിനൽ കൂടി ചേർക്കും. എല്ലാം കൃത്യമായിട്ട് ചേർത്തോളാം. ഞങ്ങളാർക്കും വാക്കൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. എടോ, തനിക്ക് വല്ല പനിയോ ചുമയോ വന്നാൽ താൻ എൻ്റെ അടുത്ത് വാ. 10 പൈസ ചെലവില്ലാണ്ട് അഷ്ടാംഗ ഹൃദയം അനുസരിച്ച് തനിക്ക് ഞാൻ പച്ചമരുന്ന് ഉണ്ടാക്കി തരും. ആ അഷ്ടാംഗ അനുസരിച്ചിട്ട് ഈ കഴുത്തൊന്ന് ശരിയാക്കി താ. അത് ഞാൻ വിചാരിച്ചാൽ നടക്കില്ല. താൻ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ ബല. താൻ നന്നായ അതങ്ങോട്ട് നന്നാവും. ശിവ ശിവ. കഷം പൊക്കി ഇളക്കണോ? എന്റെ ചേച്ചിമാരെ ഇച്ചിരി കട്ടിപ്പണിയായി പോയി. കുന്തം കിട്ടി. 6 അടി 5 ഇഞ്ച് പൊക്കം. ഇതിനേക്കാളും വരും വേണം. അയാളെ ഇരുത്തി ഞാൻ ആദ്യം തിരുമ്മി, എന്നിട്ട് കിടത്തി തിരുമ്മി, മസിലെല്ലാം ഉടച്ച് തിരുമ്മി. എന്നിട്ട് അയാൾ എന്നോട് ചോദിക്കുക എന്താ തിരുമുന്നില്ലേന്ന്. ഗൾഫുകാരനാണ് പോലും, ഗൾഫുകാരൻ. ദേ, ഞാൻ അങ്ങനെ സ്വദേശി വിദേശി എന്നുള്ള വേർതിരിവൊന്നും കാണിക്കാറില്ല. ചെയ്യുന്ന ജോലി സത്യസന്ധമായിട്ട് തന്നെ ചെയ്യണം. അല്ല നിങ്ങളെ പോലെ അല്ല അധ്വാനിച്ചാ ഞാൻ ഇവിടെ ജീവിക്കണേ. പോയി പണി ചെയ്യാൻ നോക്ക്. ഒന്നും കിട്ടിയില്ല. ഇരിക്കട്ടെ മോളെ, ശ്വാസം മുട്ടിട്ട് പോയേ. ഇതിലും നല്ലത് മറ്റേ മരുന്ന് തന്നെയായിരുന്നു. മറ്റേ മരുന്നോ? ആ ഗവൺമെന്റ് ആശുപത്രിയിലേ ആ മരുന്ന് 2 രൂപയുടെ ചീട്ട് എടുത്താല് ആ ആശുപത്രിയിൽ പോയ മരുന്ന് കിട്ടും. ഇതിപ്പോ 2 കിലോമീറ്റർ നടന്നിട്ടാണ് മേടിക്കുന്നത്. പേര് വയസ്സ രോഗം പറയും. പേര് കോയാന്നാണ്. വയസ്സ് 84, 85, 82. അതൊന്നും കൃത്യമായിട്ട് അറിയില്ല. എത്ര ചെയ്തിക്കോ. രോഗം ഒരു പെരുപ്പ്. അപ്പവാദല്ല, ആമവാദം. പിന്നെ ഏമ്പക്കുണ്ട്. വായു. അപ്പോ ഒരു 15 രൂപ അടക്കേണ്ടി വരും. അൽഹംദുലില്ലാഹ്. ഇല്ല, വികസന ഫണ്ടിലേക്ക് 15 രൂപ അടയ്ക്കണം. ആരുടെ വികസനം? നിങ്ങളെ പോലുള്ളവരെ ഇവിടെ കിടത്തി ചികിത്സിക്കണമെങ്കിൽ മുറിയും കക്കൂസും ഒക്കെ വേണ്ടേ? 15 രൂപ തരൂ. പിന്നെ ഈ 15 രൂപ കൊണ്ട് അങ്ങ് കക്കൂസ് ഉണ്ടാക്കണ ഇവിടെ?
അയ്യോ നിങ്ങളുടെ ഒരാളുടെ അല്ല, ഇതുപോലെ എല്ലാവരുടെയും 15 രൂപ കൂട്ടി വെച്ചിട്ടാണ് വികസന ഫണ്ട്. 15 വേണോ? ആ ഒരു 10 റുപ്യ ബാക്കിയുണ്ട്. 10 റുപ്യ ബാക്കിയുണ്ട് കേട്ട്. 10 രൂപയല്ല 5 രൂപ ഞാൻ തരാം. ഇല്ലാത്തൊരു വികസനം തന്നെയാണ് ബാക്കിയുള്ളവരുടെ കായ് മേടിച്ചു വെച്ചിട്ട്. ആ മണ്ടു, ഒരു ഈ 2 ബോട്ടിൽ ദശമൂലാരിഷ്ടവും ബലാരിഷ്ടവും ദ്രാക്ഷാരിഷ്ടവും എടുത്ത് വണ്ടിയിൽ വെക്കി. ഒരു 3 ബോട്ടിൽ ചവനപ്രാശം വെച്ചു. അപ്പൊ കൊണ്ടുപോയതൊക്കെ തീർന്നോ? കൊണ്ടുപോയത് കഴിഞ്ഞു, അതുകൊണ്ടല്ലേ. എന്താ മൂപ്പർക്ക് അസുഖം? എന്തിനു എത്ര മരുന്ന് കൊണ്ടോണ്? മൂപ്പർക്ക് അസുഖമൊന്നുമല്ല, അത് ഇവിടുത്തെ ഡോക്ടറാ. ആഹാ, പോയി കണ്ടോളൂ. മൂപ്പര അവിടുത്തെ മരുന്നൊക്കെ കൊണ്ടോണ് അല്ലേ? പക്ഷേ ഉണ്ട്. വരുമ്പോ തരാം. വരണം. ആ വരൂ വരൂ, ഇരിക്കൂ. എന്താ അസുഖം? അസുഖമൊന്നുമില്ല. ഒരസുഖം ഇല്ലായിട്ടാണോ വന്നത്? നിങ്ങൾക്ക് അറിയണല്ലേ ഡോക്ടറെ അസുഖം? ശ്വാസം ഒന്ന് വലിച്ചു വിടൂ. ഇതിപ്പോ എന്താ ഞാൻ ചെയ്യണ്? ഒന്നുകൂടെ വലിച്ചു വിടൂ. ആ ഒന്നുകൂടെ. ആ മതി മതി മതി. ആ ഇതേ വാദത്തിന്റെയും പിത്തത്തിന്റെയും അസുഖ. പിത്തൊന്നുമില്ലേക്ക്. ഞങ്ങൾ ആയുർവേദക്കാര് പറയുമ്പോ അസുഖത്തെ 3 ഭരണിയിലായിട്ട് തരംതിരിക്കും. എന്നിട്ട് ഇവിടുത്തെ ഭരണിയിലൊന്നും കാണാനില്ല. ആ ഭരണിയല്ല, ഭരണി, കുഴമ്പ്, ചൂർണം അങ്ങനെയൊക്കെ പറഞ്ഞു പോവും. അപ്പോ ആയുർവേദത്തിലെ അസുഖങ്ങളെ 3ആയിട്ടാണ് തരംതിരിക്കുക. അത് 3 ഉണ്ടാ? അതെ, അത് വാദം, കഫം, പിത്തം അങ്ങനെയാ. ഇതിലിപ്പോ പിത്തത്തിന്റെ അസുഖം കൂടുതലാ, അതാണ് ഈ വലിവ് ഇങ്ങനെ വരാൻ കാരണം. അതിൽ തുപ്പരുത്, ഇതിൽ തുപ്പരുത്. പുറത്തു പോയി തുപ്പിട്ട് വരൂ. ഇനിയിപ്പോ തുപ്പൊന്നും വേണ്ട. കഴിഞ്ഞ വായുവിൽ അങ്ങോട്ട് പോയി. ആ വായുവിന്റെ അസുഖം നല്ലോണം ഉണ്ട്. നല്ലോണം ഉണ്ട്. ആ ഈ മുമ്പ് വീട്ടിൽ ആർക്കെങ്കിലും ഈ വായുവിന്റെ അസുഖം ഉണ്ടോ? വാപ്പാക്ക്? വാപ്പാ എന്റെ 3-ാമത്തെ വയസ്സിൽ ആദ്യത്തെ വായുവിൽ പോയി വാപ്പ. ആ അത് ശരി. അപ്പൊ വാപ്പാന്റെ വാപ്പാക്ക്? ആ മൂപ്പർക്ക് ഉണ്ടായിണ്ടാവണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് മരുന്നിനെ എഴുതി തരാം. കടുക്കത്തോട്, നെല്ലിക്കാത്തോട്, കാട്ടുവെള്ളരിത്തോട്, കിടാറുനെല്ലി, കുരുമുളക്, ചുക്ക്, ഇതൊക്കെ ഓരോ കിലോ വാങ്ങിക്കാം. ഇത് അങ്ങാടിയിലുള്ള പച്ചമരുന്ന് കടയിൽ കിട്ടും കേട്ടോ. അത് നമ്മുടെ സ്കൂളിന്റെ പടിഞ്ഞാറേ ഭാഗത്ത്. നിങ്ങൾ ഈ സ്കൂളിന്റെ പുറകിലും പഞ്ചായത്തിന്റെ പുറകിലൊക്കെ പീടിയെന്ന് പോയി മേടിക്കാൻ പറഞ്ഞ അതും കേട്ടിട്ട് ഈ വായു വലിച്ചിരിക്കലൊക്കെ ഇവിടെ പണി. ഞാൻ ആ കുപ്പി കൊണ്ടെന്നുണ്ട്. നിങ്ങൾ ഇവിടുത്തെ നിങ്ങളുടെ ഭരണീന്ന് കുറച്ച് കഷായങ്ങൾ തരുമെന്നേ. ഇല്ല, കഷായൊക്കെ ഇവിടെ വെപ്പ് നിർത്തിയല്ലോ. എന്തേ? കഷായം വെപ്പൊക്കെ നിർത്തി. പച്ചമരുന്നുകൾ വേണ്ടേ? അതൊന്നും കിട്ടാനില്ല. ആ പിന്നെ ഇപ്പൊ എങ്ങാനും മഴയൊക്കെ പെയ്തിട്ട് വല്ലതൊക്കെ പൊട്ടിമുളച്ച് വന്നു കഴിഞ്ഞാൽ അത് ഈ തൊഴിലുറപ്പുകാർ വന്നിട്ട് മുഴുവൻ ചെത്തിക്കളയും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സാധനവും ഇല്ല. ഈ വീഡിയോയിൽ നിൽക്കുന്നവർക്ക് എവിടുത്തെ കിട്ടുന്നത്? അതൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരും. നിങ്ങൾക്ക് മേടിച്ചൂടെ പുറത്തുനിന്ന് കുറച്ച്? നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് മരുന്നുകളും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ വാങ്ങിക്കണം. ആ അതായത് കുറുന്തോട്ടി, തിപ്പലി, കരിങ്കുറിഞ്ഞി, കൂവളത്തില, കാട്ടാവേര്, അശോകയില, അടലോടകം, ചിറ്റാമൃത, ചിറ്റണ്ട, മലൗക്കി. എന്നാ ഞാൻ ഇതിന്റെ ഒരു പീടിയ അങ്ങോട്ട് തുടങ്ങാന്നല്ലേ. ഇത് ആ പഞ്ചായത്തിന്റെ പിന്നിലുള്ള ആ കടയിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പൊ അവിടുന്ന് വാങ്ങിച്ചോളൂ. ഇതിപ്പോ ഇലയൊക്കെ ചെടിയൊക്കെ നട്ടു പിടിപ്പിച്ച് ഇലയൊക്കെ പിച്ച് കീറി കഷായം ഉണ്ടാക്കി അതൊക്കെ കുടിച്ചു വരുമ്പോഴത്തേക്കും ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ വംശനാശം വരും ഡോക്ടറെ. നിങ്ങളിവിടെ ആ ഇരിക്കണ കാലത്തുനിന്ന് ഒരു ഇത്തിരിയും കൂടി ഊറ്റിക്കാട്ട് കഷായം നിങ്ങൾ ചോദിക്കുമ്പോ ഊറ്റിത്തരാം. എന്താ വാറ്റി കച്ചവടാണ് അവിടെ? എന്നാ പിന്നെയും നല്ല തന്നെ. ഹറാമായ കാരണമാണ് ആ ജാതി ഹാലാക്കൊന്നും കഴിക്കാത്തത്. നമുക്ക് ഇതിലേ ഒരു 2-3 മരുന്നും കൂടി എഴുതണം. അത് എഴുതുകയാണ്. ആ അമുക്കുരം, അയമോദകം, ചതകുപ്പ, വയൽച്ചുള്ളിവേര്, കരിഞ്ചീരകം, പെരിഞ്ചീരകം. അപ്പൊ അതും കൂടെ വാങ്ങിച്ച് ഇതിൽ ചേർക്കുക, എന്നാലേ മരുന്നിനൊരു ബലം ഉണ്ടാവൂ. അപ്പൊ ഞാൻ എല്ലാ കാട്ടിലും പോയി താമസിക്കാനല്ലേ. അപ്പൊ അസുഖം മാറണ്ടേ? മാറണോ വലിയൊക്കെ നിൽക്കൂട്ടോ. അവസാനത്തെ വലിയ തന്നെയാണ് ഇപ്പൊ വലിക്കുന്നത്. അങ്ങനൊന്നും പറയണ്ട. അപ്പൊ ഒരു കാര്യം ചെയ്യേ, ഇതാ ഫാർമസിസ്റ്റിനെ കാണിച്ചാൽ ഇത് വെക്കേണ്ട വിധം, എപ്പ കഴിക്കണം എപ്പ കഴിക്കണ്ട എന്നൊക്കെയുള്ള കാര്യം അവര് പറഞ്ഞു തരും. ശരി, പോയിക്കൊള്ളൂ കേട്ടോ. 1 മാസം അങ്ങോട്ട് കഴിച്ചോളൂ, ഫലം ഉണ്ടാവും.
ഹലോ ആ ഡോക്ടറെ ആ കുറവുണ്ട് കയ്യിന് വേദന കുറവുണ്ട്. അതേ ടാബ്ലറ്റിനെ കഴിച്ചാ പോരെ? ആ അല്ല അത് കഴിഞ്ഞു. ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ആ കുഴപ്പമൊന്നുമില്ല. ശരി ഓക്കെ താങ്ക് യു. ആ അടുത്ത ആള് വരൂ. ആ നമസ്കാരം. എന്താ ആർക്കാ? ഇരുത്തിക്കോട്ടെ. ആ ഇരുന്നോളൂ. എന്താ ബുദ്ധിമുട്ട്? സാറേ പുള്ളി എന്റെ വീടിന്റെ അടുത്തുള്ളതാണ്. ആ ശരി കയ്യൊന്ന് കാണിക്കൂ. എന്താ ബുദ്ധിമുട്ട് തോന്നുന്നത് ഇപ്പോ? ബുദ്ധിമുട്ട് വല്ലതും തോന്നുന്നുണ്ടോ? നല്ല പ്രായത്തിൽ തന്നെ പുള്ളിയുടെ ഭാര്യ മരണപ്പെട്ടു പോയി. ഇപ്പൊ നോക്കാനൊന്നും ആരുമില്ല, ഒറ്റക്കാ താമസിക്കുന്നത്. വളരെ നല്ല മനുഷ്യനായിരുന്നു, എല്ലാവർക്കും ഒരു ഉപകാരിയൊക്കെ ആയിരുന്നു ഇയാള്. പക്ഷെ ഇപ്പൊ ഒരു 2 വർഷമായിട്ട് പുള്ളിക്ക് സ്ത്രീകളെയൊക്കെ കാണുമ്പോ പുള്ളിയുടെ ഭാര്യയാണെന്നുള്ളൊരു തോന്നല്. ഇപ്പൊ ഈ അടുത്തിടെ അയൽക്കൂട്ടവും കുടുംബശ്രീയൊക്കെ കൂടുന്നിടത്ത് പുള്ളി അന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആകെ ഒരു വിഷയമായിട്ട് മാറിയിട്ടുണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഭേദമാക്കി തരണം സാർ. ഒരു സ്ഥലത്തു കൊണ്ടുപോയി കാണിച്ചിട്ട് നെല്ലിക്കാത്തളം ഇടാൻ പറഞ്ഞ് ഞങ്ങൾ 2 ആഴ്ച നെല്ലിക്കാത്തളം ഇട്ട്. ഒരു ദിവസം കലക്കി വെച്ച തളം പുള്ളിയെടുത്ത് കുടിച്ച്. അതിൽ പിന്നെ ഇത്തിരി കൂടുതലും ഉണ്ട്. എന്താ പേരെന്താ? സുമേഷ്. എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ? എന്താണ് ഇങ്ങനെ തോന്നണേന്ന് ഡോക്ടറോട് പറ. നമുക്കൊരു കാര്യം ചെയ്യാം. ഓ കിടത്തേണ്ടി വരുമോ ഡോക്ടറോട്? കിടത്തണ്ട, തൽക്കാലം നമുക്ക് ഞാൻ മരുന്ന് കുറിച്ച് തരാം. ഓ മരുന്ന് തരും, കുടിക്കണം. അത് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാൻ കൊടുക്കുക. 1 ആഴ്ച അങ്ങനെ കൊടുക്കും. ഓ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് നോക്കാം. ശരി. ഇതെന്താ ഡോക്ടറെ, കടുക്കേ? ആ അത് വെള്ളം തിളപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് കൊടുത്താൽ മതി. ഓ ശരി. അതെ ഇതിനകത്ത് പറയണ മരുന്നല്ല, ഒലക്കൊക്കെ ഇടിച്ചെടുക്കണം. അതൊക്കെ കുറെ വേണ്ടി വരും. അതെ പൊടി 4 ഇടങ്ങഴി വെള്ളത്തിൽ കൊട്ടിയിട്ട് വേവിച്ച് കുഴമ്പ് പരുവാകുമ്പോ അതിലേക്ക് ഔഷധയിലകളെല്ലാം കുനുകുനാന്നിട്ട് ഇളക്കിയെടുക്കണം. വീണ്ടും 2 ഇടങ്ങഴി വെള്ളം അതിനകത്തോട്ട് ചേർത്ത് കുറികോല് കൊണ്ട് ചൂടാക്കി തുണി വെച്ച് കെട്ടിവെക്കുക. ഇതിങ്ങനെ കെട്ടിവെച്ചാ മതിയാ, കഴിക്കണ്ടേ? പറയട്ടേക്കാ, അത് ആറിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിളപ്പിക്കണം. എന്നിട്ട് അതിൽ നിന്ന് നേർ പകുതി എടുത്ത് 2 ഇടങ്ങഴി ആട്ടിൻപാല് ചേർത്ത് ഇളക്കി അടച്ചു വെക്കുക. ഇത് ഈ അടച്ചു വെക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേ. ഇത് തുറന്ന് കഴിക്കാനുള്ള പരിപാടി എപ്പോഴാ പറയും? കഴിക്കാം. അതായത് രാവിലെ ആഹാരത്തിന് മുൻപ്, ഉച്ചയ്ക്ക് ആഹാരത്തിന് ശേഷം, രാത്രി ആഹാരത്തിന് മുൻപും കഴിക്കണം ശേഷവും കഴിക്കണം. എന്നാ ശരി. എന്നാ ശരി, സാവധാനം പൊക്കോ. സാവധാനം തന്നെയാണ് ഇപ്പൊ പോണത്. ഓ എന്റെ ചേച്ചിമാരെ, നിങ്ങൾ രണ്ടുപേരും ഇന്നലെ നേരത്തെ വീട്ടിൽ പോയില്ലേ? നമ്മുടെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രി വന്ന പ്രസംഗം കേട്ട് ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് ഞാൻ കരഞ്ഞുപോയി. പറഞ്ഞോ? ആ മന്ത്രി പറയാണ് ആയുർവേദ മരുന്ന് എങ്ങനെ ഉപയോഗിക്കണം, ഏത് മരുന്ന് ഏത് രോഗിക്ക് എങ്ങനെ കൊടുക്കണമെന്ന്. അതിനെവിടെ ഉപയോഗിക്കാൻ എവിടെ മരുന്നിരിക്കുന്നു? ഉള്ള മരുന്നല്ല നമ്മുടെ ഡോക്ടർ കൊണ്ടുപോയില്ലേ? അതെ, ഇവിടുത്തെ ഡോക്ടർ അവിടെ എവിടെയാണ്? ഇവിടുത്തെ ഡോക്ടർ എവിടേക്ക്? കോൺഫറൻസിന് പോയി. ഇത് തന്നെയാണ് കഴിഞ്ഞ തവണ വന്നപ്പോഴും പറഞ്ഞത്. ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോയാ പോരാ. മൂപ്പരൊന്നേ പള്ളിക്കൂടത്ത് പോയിട്ടില്ല, അറിയോ? പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസം മുട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ടായി. അതിന്റെ മരുന്ന് എഴുതി തന്നിട്ടുണ്ടായി. അത് കഴിച്ചിട്ട് ശ്വാസം മുട്ട് കുറവുണ്ട്, ഇപ്പൊ ചൊറിഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല. അയ്യോ എന്റെ ചേട്ടാ, അസുഖം വരുമ്പോ ഇങ്ങനെ ദേഷ്യപ്പെടരുത്. രോഗസ്തു ദോഷ ലക്ഷണം എന്നാണ് പ്രമാണം. ഞാൻ ടീ അല്ല. എന്താ പ്രശ്നം പറ, എന്താന്ന് പറ. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് മരുന്ന് എഴുതി തന്നു. അത് പിത്തം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊണ്ടുപോയി കഴിച്ച് ഞാൻ ഇന്നെ എഴുതി തന്ന ഒരു കൂട്ടം മരുന്ന് അത് കഴിച്ചിപ്പോ ശ്വാസം മുട്ടും ചുമയൊക്കെ കുറവുണ്ട്. ഇതിപ്പോ ചോറിഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല. അത് ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. എന്തുണ്ടാക്കിയാലും മിസ്റ്റേക്ക് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഈ പറഞ്ഞ അത് എഴുതി തന്നല്ലേ എന്റെ പേരെ കുട്ടികൾ അവിടെ ഉണ്ടാക്കിയത്. പിന്നെ എന്നിട്ട് എന്താ ഇങ്ങനെ എന്താ ചൊറിഞ്ഞ ഞാൻ തിരുത്തത്തിരി മരുന്ന് അനക്കാൻ അങ്ങോട്ട് തരും. അതെ ചൊറിഞ്ഞിട്ട് നിൽക്കുകയും ചെയ്യാം അവിടെ.
ചൊറിച്ചിലുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ചൊറിയണ്ട. നയ്യ് ചൊറിയടാ. അതിന് വേറെ മരുന്നുണ്ട്. എന്ത് വരുത്? കരിഞ്ചീരകവും വേമ്പാടയും കൂടെ സമം ചതച്ച് അങ്ങോട്ട്. അങ്ങനെ ചതച്ചിട്ടുണ്ടല്ലോ അങ്ങോട്ട്. ചുമ്മാ നല്ല ചൊറി മാറാത്ത. എന്താ എനിക്ക് പറഞ്ഞു മനസ്സിലാവണ്ട. ഇവിടെ ഈ മരുന്ന് ഇവിടുന്ന് എഴുതി തന്ന മരുന്ന് കഴിച്ചിട്ടാണ് ഈ ചൊറിയത്. ഇനിയിപ്പോ ഇവിടുത്തെ അടുത്ത മരുന്ന് എഴുതി തരാക്ക്. അവിടെ ഡോക്ടറെ വിളിക്കങ്ങള്. എവിടേത്? ഇതെന്താ ഈ ആവശ്യമില്ലാത്തടത്തേക്ക് പോകണം? ഇവിടെ ആൾക്കാർ വരുമ്പോ ഈ കണ്ണി കണ്ട മരുന്ന് എഴുതി ഒന്ന് ചൊറിഞ്ഞിട്ട് നിൽക്കാൻ പറ്റണ്ട. ഞങ്ങളുടെ മരുന്നിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഉണ്ടാക്കിയതിന്റെ കുഴപ്പം. അത് ഉണ്ടാക്കി എന്തെന്നാ പറഞ്ഞ ഞാൻ എന്റെ പേരക്കുട്ടികളൊക്കെ വന്ന് തല്ലി കൊല്ലുകൊള്ള അത്ര കഷ്ടപ്പെട്ടുണ്ടാവും അതൊക്കെ പറിച്ചുണ്ടാക്കി ഇതാക്കാൻ. ആ വിളിക്ക് ഫോണില് വിളിക്ക് ചൊറിച്ചിലുണ്ടൊക്കെ. ഞാൻ അതാണ് ഈ പാഞ്ഞോണ്ട് പറഞ്ഞത്. ആ ഫോണില് വിളിക്കാൻ പറ്റില്ല. എന്താ ഇവർക്ക് തമാശക്കളി? എന്താ നിങ്ങക്ക് തമാശക്കളി? എന്താ എന്താ തമാശ കളിക്കണ്? വയസ്സായ ആൾക്കാർ ചൊറിയാണ് പറഞ്ഞ മനസ്സിലാവില്ലേ? ഡോക്ടർ വരുന്നവരെന്ത് ചെയ്യണു? ഞാൻ എന്തെന്നാ പറഞ്ഞ വിളിക്ക് കുട്ടികളെന്നാ ഇതിന് വിളിക്ക്. ഒരു കാര്യം ചെയ്യും, രണ്ട് കൈയും കെട്ടി എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങിയിരിക്കും. ഒതുങ്ങിയിരിക്കേ? ഈ ഒതുങ്ങിയിരിക്കൊന്നും ഞാൻ അനക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റണ്ടെന്ന് ഞാൻ ഒന്ന് കാണട്ടെ. ഞാൻ സംസാരിച്ച ശരിയാവില്ല. ഡോക്ടറെ വിളിക്കുന്നുണ്ടാ? ബഹളം വെക്കില്ലേ, ഡോക്ടർ വന്നു ചെല്ല് അവിടെ പറഞ്ഞാലേ അവിടെ അല്ല മണ്ടു, ഇപ്പൊ എങ്ങനെ ചൊറി വന്നേ? ചൊറിയുടെ സീസൺ ആയില്ലല്ലോ. അതിപ്പോ കുളിക്കാത്തോണ്ടാവും. അങ്ങനെയാവും. അങ്ങനെ നേരം മുഴുക്കോളം എന്റെ ഭാര്യയും കുട്ടികളും ഒക്കെ കൂടി എന്റെ പുറം ചൊറിഞ്ഞ് സമയം കളഞ്ഞു തീർത്ത്. ഇതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇനി മുമ്പ് ഇവിടുന്ന് കഷായം കുടിച്ചിട്ടില്ല. ഇവിടുത്തെ കഷായം കുടിച്ചതിന് ശേഷം ഈ ചൊറിച്ചില്. അതല്ലേ ഈ പറഞ്ഞത്. ആ കാസായക്കാലും കുപ്പിയൊക്കെ എറിഞ്ഞു പൊട്ടിച്ച് ഞാന് നിങ്ങൾ എഴുതി തന്ന മരുന്നൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് അതൊക്കെ നോക്കുക നിങ്ങള്. ഇതിന്റെ ഉള്ളിൽ ഇരിക്കണ്ട് ആ കുപ്പി. ഇതൊക്കെ നോക്ക്. ഇതൊക്കെ എന്താന്ന് പരിശോധിച്ച് നോക്കുക. പറയാ ഇത് പെപ്പർ നൈഗ്രം, ഇത് പെപ്പർ നൈഗ്രം, അത് ഓക്കെ. ഇത് അസിഡിറ്റിക്ക ഇൻസിക്ക, ഇത് ഹൈഡ്രോകോട്ടയിൽ ഏഷ്യാറ്റിക്ക. അതല്ലേ? എന്നാ ഞാനേ കുന്നത്ത് വീടിൽ കോയക്ക എന്റെ കാര്യം പറയാൻ ഞാൻ വന്നത്. അങ്കക്കാമാരുടെ കാര്യം അന്വേഷിക്കാനല്ല. ഇതിനൊരു നടപടി എടുക്കും. ഇവിടെ ചൊറിച്ചിനുള്ള മരുന്ന് മേടിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ വന്നത്. എനിക്ക് നേരെ ഒരു പരാതിയും കൂടി കൊടുക്കാൻ വേണ്ടി വന്നാ. നിങ്ങൾക്ക് ചൊറിച്ചിൽ വന്നതിന് എനിക്ക് നേരെ പരാതി കൊടുത്തിട്ട് എന്താ? 600 കോടി വാർഷിക വരുമാനമുള്ള സ്ഥാപനത്തിന് മരുന്ന് ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനികൾ കൊടുക്കണം. അവര് തരുന്ന സാധനത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ഇത് സപ്ലൈ ചെയ്യാൻ പറ്റൂ. പിന്നെ മരണം വരെ ഞങ്ങളെങ്ങനെ ചൊറിഞ്ഞും മാന്തിയും കഴിയാ? കോയാ, നിങ്ങൾക്ക് മരുന്ന് ഞാൻ ഇവിടുന്ന് തന്നിട്ടില്ലല്ലോ. മരുന്ന് കുറിച്ച് തന്നിട്ടല്ലേ ഉള്ളൂ. കുറിച്ച് തന്നില്ല, അത് മതി. ബാക്കി നമുക്ക് കോടതിയിൽ സംസാരിക്കാം. അതെ, മര്യാദ വെച്ച് നിങ്ങളൊരു ചൊറിച്ചിലുകാരനായതുകൊണ്ടും പറയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫാർമസിസ്റ്റിനെ പോയി കണ്ടാൽ അവർ മരുന്ന് തരും. അങ്ങോട്ട് ചെല്ലൂ. എന്താ ഇനി രണ്ടങ്ങാടി വെള്ളം വെച്ച് വറ്റിച്ച് തിളപ്പിച്ച് മൂടി വെക്കാനാ? അത് വേണ്ട. അക്ക് ചൊറിച്ചിലുള്ള മരുന്ന് ഞാൻ വേറെ ഉണ്ടാക്കിക്കോളാം. പക്ഷേ ഈ മരുന്ന് എടുത്ത് തന്നോനാ ഈ ഇല അരിഞ്ഞെടുത്ത മാതിരി അരിഞ്ഞ് കൊല്ലും ഞാൻ. ഞാൻ കണ്ടു. ഇതൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കില്ല. ഇതൊക്കെ തെളിവാണിത്. ഇവിടെ എങ്ങനെ ശരിയാവണം കേട്ടോ? ഒരല കളയണില്ലേ ഞാൻ. ഇതൊക്കെ പറിച്ചുണ്ടാക്കി എന്റെ പേരക്കുട്ടികൾ പറിച്ചുണ്ടാക്കിയാണ്. ഇതൊക്കെ അന്നിപ്പോ ശരിയാക്കിയാ ഞങ്ങളുടെ ആശുപത്രിയും 2 കോടിയും 3 കോടിയൊക്കെ. ശരി. എന്നാലും ഈ ലോലിതൻ അങ്ങനെ ഒരു അബദ്ധം പറ്റാൻ വഴിയില്ലല്ലോ. ഇരിക്കണം. ഇരിക്കുന്നൊന്നുമില്ല. നിങ്ങളിത് എന്തിനുള്ള പുറപ്പാടാണ്? കുറിച്ച് വിടുന്ന മരുന്നുകൾ ശരിക്കും ആളുകൾക്ക് കൊടുത്തു വിടണ്ടേ? പലരും വന്ന് പരാതി പറയുന്നുണ്ട് മരുന്നുകൾ ശരിയല്ലെന്നും പറഞ്ഞിട്ട്. നിങ്ങൾ ഇവിടെ കൊടുത്തു വിടുന്ന മരുന്നാണോ അതോ വിഷമാണോ? വിഷമായാൽ തന്നെ വിഷം പല രോഗങ്ങൾക്കും നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഉണ്ടല്ലോ. വിഷം വിഷേണ ദർഭേ ഗുജേ എന്നാണ്. അതായത് മദ്യത്തിന്റെ പുറത്ത് വിഷമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ആളുകൾ അത് അമൃത് പോലെ സേവിക്കുന്നുണ്ടല്ലോ, പാനം ചെയ്യുന്നുണ്ടല്ലോ. താൻ അധികം വാചകടിക്കൊന്നും വേണ്ട. തന്നെയും തന്റെ സ്ഥാപനത്തെ നാട്ടുകാർ നോട്ടമിട്ടിരിക്കുകയാണ്. നാട്ടുകാർ നോട്ടമിട്ടിരിക്കണ്ട. കണ്ണ് കെട്ടായിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒരു കോലം വരച്ചു വയ്ക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താൻ ഇവിടെ വിൽക്കുന്നത് യഥാർത്ഥ മരുന്നുകൾ തന്നെയാണോ? അതുകൊള്ളാം. കൃഷി ഓഫീസറും ബാങ്ക് മാനേജറും വന്ന് നോക്കിയിട്ടാണ് എനിക്ക് ലോൺ തന്നത്. അതെ, കൃഷി ഓഫീസർക്കും ബാങ്ക് മാനേജർക്കും അഷ്ടാംഗ ഹൃദയം അറിയില്ലല്ലോ. അവരത് പഠിച്ചല്ലോ ആ പണിക്ക് പോണത്. അതല്ല. പിന്നെ താനൊരു കാര്യം ചെയ്യും, ആ കുറുന്തോട്ടി നിർത്ത് കാണിക്കും. കുറുന്തോട്ടി കാണിക്കാം. രാവിലെ കുറുന്തോട്ടി കാണാനാണ് ഇങ്ങ് വന്നത്. ഇതെന്താ ഇത്? ഈർപ്പം. അപ്പൊ കുറുന്തോട്ടി ഒന്നും കിട്ടായില്ല സാറേ. താനൊരു കാര്യം ചെയ്യും, ആ തിപ്പലി എടുക്ക്.
അതായിരിക്കും, ഇതായിരിക്കും തിപ്പലി. എന്താണ് ഇതാ തിപ്പലി? ഇത് കുരുമുളകിന്റെ തരിയല്ലേ? സാർ ഈ നാട്ടിലൊന്നും അല്ലേ സാറേ ജീവിക്കണേ? തിപ്പലിയുടെ വില ക്വിൻ്റലിന് എത്ര എന്നാണ് വിചാരം? തിപ്പലിയും കുരുമുളകിന്റെ തിരയും തമ്മിൽ ഒരു ഇരട്ട പറ്റ മക്കളെ പോലെ തോന്നുന്നു. അറിയില്ല. ഇതെന്താണ്? ഇത് ഏതാണ്ട് ഒരു ചെടിയുടെ ഇതാണ്. എന്താണെന്ന് അറിഞ്ഞൂടെ? ഇതെന്താ സാധനം? ഇത് ഏതാണ്ട് ഒരു ചെടിയുടെ കുറ്റിയാണ്. അപ്പൊ തനിക്ക് അറിയില്ല? എനിക്കറിഞ്ഞൂടെ. ഇത് കരിങ്കുറിഞ്ഞിയുടെ കുറ്റി വെച്ച് വരുന്നവർക്ക് ഇത് എടുത്ത് കൊടുക്കും. കരിങ്കുറിഞ്ഞിയുടെ കുറ്റിയൊക്കെ എവിടെ പോയിട്ട് ഒപ്പിക്കും സാറേ? ഇക്കണക്കിന് പോയാൽ നാട്ടുകാർ നിന്റെ കുറ്റി തെറിപ്പിക്കും. തന്നെ കൂവളം നിറക്ക് കൂവളം. സാർ ഇങ്ങോട്ട് വന്നാണ്. ഒരു കൂവളമുള്ള വീട്ടിലെല്ലാം ആൾക്കാർ ചുറ്റുമതിലൊക്കെ കെട്ടി വെച്ചിട്ട് ആൾക്കാർ തൊഴുവാണ്. അവിടെ ചെന്ന് കൂവളം പറിക്കാൻ നോക്കിയാൽ വിവരം അറിയും. ഈ ഭരണയിലുള്ള മരുന്ന് താൻ എന്തിനു കൊടുക്കുന്നത്? രോഗമൊന്നും അറിയത്തില്ല. ശതാവരി കിഴങ്ങിന് പറഞ്ഞവർക്ക് ഇതെടുത്ത് അങ്ങ് കൊടുക്കും. ശതാവരിയൊക്കെ കുത്തിക്കളച്ച് കിഴങ്ങുണ്ടാക്കി എടുക്കാൻ രൂപ എത്ര വേണമെന്ന് സാറ് പറ. ഇത് ഏതാണ്ട് ചെടിയുടെ മരുന്ന്. ഇതെന്താണ് സാധനം? ഏതായാലും തണൽ വൃക്ഷമല്ലേ? അതെ. രോഗികൾക്ക് തണൽ കിട്ടാനോ? അശോക വൃക്ഷത്തിന്റെ തയ്യൊക്കെ കിട്ടണമെങ്കിലേ അങ്ങ് ലങ്കയിൽ പോകണം. അപ്പൊ തന്റെ ഔഷധത്തോട്ടം മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ദർഭയില്ലെങ്കിൽ കുശയില്ലെങ്കിൽ നായ്ക്കുറണ ഇല്ലെങ്കിൽ വൈക്കോല്. എടോ, നെല്ലിക്കയും പശു നെയ്യൊക്കെ ഉണ്ടോ? നെല്ലിക്കൊന്നും കേരളത്തിൽ കിട്ടാനില്ല സാറേ. അഥവാ ഉണ്ടായാൽ തന്നെ ആൾക്കാർ അച്ചാറിടാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നെല്ലിക്ക ചോദിച്ച് വരികയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, കൈതച്ചക്ക വെട്ടി നുറുക്കി ഉണക്കി പൊടിച്ചു കൊടുക്കും. നെല്ലിക്ക പോലും തോറ്റുപോകും. പശു നെയ്, പാലിന്റെ ഇന്നത്തെ വില അറിയാലോ. അതിന്റെ പകരമാണ് വാസിലിൻ. പെട്രോളിയത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണത്. പശു നെയ് പോലും തോറ്റുപോകും. അതെ, താൻ കൂടുതൽ വാചകടിക്കൊന്നും വേണ്ട. അങ്ങാടിക്കടയും പച്ചമരുന്ന് തോട്ടമൊക്കെ ഉണ്ടല്ലോ, ഇന്നത്തോടെ നിർത്തിക്കോ. അന്വേഷണം വന്നു കഴിഞ്ഞാൽ എന്റെ ഔഷധക്കല്ലാണ് തുടങ്ങിയ. സാറേ, 800ഓളം ഔഷധ സസ്യങ്ങളുള്ളതിൽ 200 എണ്ണം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് ഔഷധ കമ്പനി മുതലാളിമാരൊക്കെ പറയണത്. അതിൽ 19 എണ്ണം വൃക്ഷങ്ങളാണ്. അത് മുറിച്ച് വിറ്റ് കാശുണ്ടാക്കുമോ, അത് അതിൻ്റെ കസേരയും കട്ടിലൊക്കെ ഉണ്ടാക്കി എടുക്കുമോ, പിന്നെ അതിൻ്റെ വേര് മാന്തിയിട്ട് നമുക്ക് ആയുർവേദത്തിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തരുമോ? സാറ് പറ. പിന്നെ ഞങ്ങളെപ്പോലുള്ളവർ ഉണ്ടായത് കൊണ്ട് നിങ്ങളൊക്കെ ഒരു തുള്ളി കഷായമെങ്കിലും കുടിക്കുന്നു. തനിക്ക് ഇങ്ങനെയൊക്കെ പറയാം. ദിവസം ചെല്ലും തോറും ആയുർവേദ ശാഖകൾ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് സെമിനാർ പറഞ്ഞത്. ഇതിനൊരു പരിഹാരം വേണം. ഇല്ലെങ്കിൽ ശാഖ ഉണ്ടാവില്ല, വൃക്ഷം ഉണ്ടാവില്ല. പരിഹാരം ഞാൻ പറഞ്ഞുതരാം. എന്ത് പരിഹാരം? എല്ലാ മാസവും മുക്കിന് ആയുർവേദത്തെക്കുറിച്ച് സെമിനാറും ചർച്ചയും വെക്കണം. കൂട്ടത്തിൽ ഒരു മിമിക്സും ഗാനമേളയും. ആൾക്കാർ കൂടും. അപ്പോൾ ആയുർവേദ മരുന്നിൻ്റെ ഗുണവും മണവും ഒക്കെ നാട്ടുകാരറിയും. ഭൂമിയിൽ ഔഷധ ഗുണമില്ലാത്ത ഒരു വസ്തുവില്ല. ഒരു ഇലയോ കായോ മാറിയെന്ന് വെച്ചിട്ട് ആൾക്കാർക്കൊന്നും സംഭവിക്കാനൊന്നുമില്ല. സാറേ, ഒരു സെക്കൻഡ്, എൻ്റെ ഫോണോ ഒരു സെക്കൻഡ് ഇതൊന്ന് പിടിച്ചാ സാറേ, പിടിച്ചാ. ഓ, ഹലോ. അതെ, എന്തോ വിളിച്ചാ? ഓ ശരി സാറേ, എനിക്ക് മികച്ച ഔഷധ കർഷകനുള്ള അവാർഡ്. എനിക്ക് സാർ മായം എങ്ങോട്ട് മാനം മുട്ടും പണമുണ്ടേലും മായം വിൽക്കും തടയണ്ടാരും. നടപ്പില്ല, ആകെ നിർത്തി. അതിനൊന്നും പറ്റിയ മരുന്നുകൾ കിട്ടാനില്ല അപ്പോ. അത് ശരി, അതല്ല നിങ്ങള് പറയേണ്ടത്. നിങ്ങള് പറയേണ്ടത് എന്താ അറിയോ? ഗുൽമവും അർഷസും പാണ്ഡുരോഗവും മാറാൻ ഗന്ധകരസായനം ഉത്തമമാണെന്നാണ് സഹസ്രയോഗം പറയണത്. കഷം പൊക്കി ഇളക്ക്. സഹസ്രയോഗം ഡോക്ടർ എപ്പോഴാ വരുന്നത്? ഡോക്ടർ ഇപ്പൊ വരും. എന്നാ വരാൻ പറയ്. കേരളത്തിലെ സകലമാന ആയുർവേദ ഹോസ്പിറ്റലുകളിൽ മായം ചേർക്കാത്ത ഒരു വസ്തുവിന്റെ പേര് വൈദ്യരെന്ന് പറഞ്ഞേ. ആയുർവേദം എന്ന് പറഞ്ഞാൽ ആയുഷിന്റെ വേദമെന്നാണ്. ഇമാതിരി പണി തുടങ്ങിയാൽ മഹത്തായ പാരമ്പര്യമുള്ള ആയുർവേദം ഇല്ലാതാവും. ജനങ്ങൾ വെറുക്കും. കഴിയുമ്പോഴേക്ക് വന്നെടുക്കണം.